ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിൽ ദേവസ്വം വിജിലൻസ് പുറത്തുവിട്ട കണക്കുകളിൽ പൊരുത്തക്കേട്. കണക്കുകളിൽ അവ്യക്തതയുണ്ടെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥ് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 ദ്വാരപാലക ശില്പങ്ങളിലെയും ആകെ സ്വർണമാണോ 1.5 കിലോ എന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നില്ല. സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി തലയൂരാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട കണക്കുകളിൽ പൊരുത്തക്കേടുകൾ നീളിച്ചു നിൽക്കുകയാണ്. 1998 ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോ സ്വർണമാണ് പൂശിയിരുന്നതെന്നാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിലെ സ്ഥിരീകരണം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ വ്യവസായി വിജയ് മല്യയുടെ UB ഗ്രൂപ്പിന്റെ കൈവശമുള്ള കണക്കുകളിലാണ് 1.5 കിലോ സ്വർണമാണ് പൂശിയതെന്ന് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഒരു ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിന്റെ അളവാണോ എന്നതിൽ വ്യക്തതയില്ല. 2 ദ്വാരപാലക ശില്പങ്ങളിലുമായി സ്വർണ്ണപ്പാളികൾ വെച്ച് അമാൽഗമേഷൻ മാർഗത്തിലൂടെ 2 ശില്പങ്ങളിലും യോജിപ്പിച്ച് പൂശിയെടുക്കുന്നതിന് 4 കിലോ മുതൽ 5 കിലോ വരെ സ്വർണം വേണ്ടിവരുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളിൽ പോലും അവ്യക്തത നീളിക്കുന്നുണ്ടെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥ് പറഞ്ഞു. അങ്ങനെ 2 ദ്വാരപാലന്മാർക്കും കൂടിയിട്ടാണ് 2 റിപ്പയറിന് കൊടുത്തു വിട്ടത്. 2ലും അങ്ങനെ പൂശിയതിൻ്റെ സാഹചര്യം വന്നിട്ടുണ്ടോ എന്നും കൂടി അന്വേഷിക്കേണ്ടത്. ഒരെണ്ണം മാത്രമാണ് എന്നുണ്ടെങ്കിലും 2 കൂടിയിട്ടാണ് 2ലും അതിൽ നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. തിരിച്ചു കൊണ്ടുപോയി 390 ഗ്രാമോളെന്ന് പറയുമ്പോൾ 1 കിലോ 100 ഗ്രാം വന്നിട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്വർണം എവിടെ പോയി എന്നുള്ളതിനെ മാത്രം നമുക്കൊരു ഉത്തരം നൽകേണ്ടതായിട്ട് അവിടെ ബാക്കി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതയും തെളിയുമ്പോൾ സുതാര്യമായ അന്വേഷണങ്ങളെല്ലാം അണിയറയിൽ അട്ടിമറിക്കപ്പെടുകയാണ്. ജനം, കൊച്ചി.